ഹായ് ഡിയർ സ്റ്റുഡൻസ്, CA ഫൗണ്ടേഷൻ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലോഡ് എക്സാം, അതായത് പേപ്പർ 2 എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എത്രയാണ് വരുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിക്കോ. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യന്റെ മുകളിലായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൽസറി എന്ന് എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്, നിർബന്ധമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, യെസ്. രണ്ടാമത്തത് നമ്മളിവിടെ നോക്കണം, ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം ദ റിമൈനിങ് 5 ക്വസ്റ്റ്യൻസ്. ബാക്കി വരുന്ന 5 ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം അറ്റൻഡ് ചെയ്യണം? 4 അറ്റൻഡ് ചെയ്യണം. അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര എണ്ണം ഉണ്ടാവും? ക്വസ്റ്റ്യൻസ് 6 ഉണ്ടാവും. അതായത് 120-ലാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ എത്രതിലും എക്സാം എഴുതിയാൽ മതി? 100 മാർക്കിന് എക്സാം എഴുതിയാൽ മതി. സോ അതിനെ പറ്റി ഞാൻ എങ്ങനെയാണ് മാർക്ക് സിസ്റ്റം അന്ന് ജസ്റ്റ് നോക്കിക്കോ. സോ നമ്മുടെ എല്ലാത്തിനും ഒരേ സിസ്റ്റം ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുക. അതായത് നോക്കിയേ, 1 to 6 എന്ന് പറയുന്ന ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അതിൽ A ക്വസ്റ്റ്യൻ 7 മാർക്ക്, B ക്വസ്റ്റ്യൻ 7 മാർക്ക്, C ക്വസ്റ്റ്യൻ 6 മാർക്ക്. കണ്ടോ, 7, 7, 6 എന്നുള്ള ഒരു പാറ്റേൺ ആണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. സോ ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക്. അങ്ങനെ 5 ക്വസ്റ്റ്യൻ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കമ്പൽസറിയും ബാക്കി വരുന്ന 5 എണ്ണത്തിൽ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ്. അങ്ങനെ ടോട്ടൽ 5 ക്വസ്റ്റ്യൻ, 5 into 20 100. അങ്ങനെയാണ് 100 മാർക്കുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്, നമ്മൾ എഴുതുന്ന എക്സാം ആണ്, നോട്ട് ദ ഒബ്ജക്റ്റീവ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, യെസ്. ഞാൻ ജസ്റ്റ് ഒരു പാറ്റേൺ നോക്കാം. ഇപ്പൊ A ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അതിൽ 7 മാർക്ക് ആണെന്നുണ്ട്. പക്ഷെ അത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ല. അത് എന്ന് പറയുന്നത് 3 ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, അതിൽ 3 സബ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ 3, അതുപോലെ തന്നെ പിന്നെ അതിൽ 2 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഒരു 2 മാർക്കിന്. അങ്ങനെയാണ് 7 മാർക്കിന്റെ A പാർട്ടാണ് വരുന്നത്. അതായത് സെപ്പറേറ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇനി അതിൽ B പാർട്ട് നോക്കണം. വീണ്ടും ഒരു 4 ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ എന്താ പറയാ 4 ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ അതിലും സബ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിയിലും നോക്കണ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ സബ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഇതേ സെയിം പാറ്റേൺ ആയിരിക്കും 2025 എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സെയിം പാറ്റേൺ ആയിരിക്കും. ഓക്കെ, യെസ്. അതുപോലെ തന്നെ നോക്കണ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് നോക്കണ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്കിക്കോ, ഈ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ഞാൻ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫ്, നമ്മൾ പാരഗ്രാഫ് എല്ലാം വലിച്ചു വാരി ഒറ്റയടിക്ക് എഴുതരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോക്കുന്നവർക്ക് ഇത് വളരെ ഡിഫിക്കൽട്ടി ആയിരിക്കും. നമ്മൾ ഒരു സപ്പോസ് നമ്മളാണ് ആൻസർ വാല്യൂ ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലാണ് അത് ഏറ്റവും കൺവിൻസിങ് ആവുന്ന രൂപത്തിൽ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്കത് മനസ്സിലാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു എക്സാം പേപ്പർ വാല്യൂ എന്ന ആൾ നോക്കുന്നത്, സപ്പോസ് എല്ലാം കൂടെ വലിച്ചു വാരി എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഇത് നോക്കലാണ് ഡിഫിക്കൽട്ടി ആയിരിക്കും. സോ എന്ത് ചെയ്യണം, ഫസ്റ്റ് സപ്പോസ് ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് എഴുതുന്നു? പ്രൊവിഷൻ എഴുതുന്നു. ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രൊവിഷൻ. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ പ്രൊവിഷൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സെട്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എഴുതി. സെക്ഷൻസ് എഴുതാൻ ഇസ് ബെറ്റർ. ഓക്കെ, സെക്ഷൻസ് എഴുതി ഒരു മാർക്ക് കൂടുതൽ എഴുതും. കാരണം സെക്ഷൻസ് എഴുതുക എന്നുള്ളതിന് വെൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഓക്കെ, സെക്ഷൻസ് എഴുതുക എന്ന് പറയുന്നത് കമ്പൽസറി അല്ല, പക്ഷെ എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഭാഗം എന്തിനു മാറ്റി വെച്ചു? പ്രൊവിഷൻ എഴുതും, പ്രൊവിഷനെ പറ്റി. ഈ രണ്ടാമത്തെ പാർട്ട്, ഫസ്റ്റ് പാരഗ്രാഫ് എഴുതി പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതാൻ മാക്സിമം നോക്കുക. രണ്ടാമത്തെ പാരഗ്രാഫ് പ്രൊവിഷൻ പ്ലസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു സിനാരിയോ തന്നിട്ടുണ്ടാവല്ലോ, ആ സിനാരിയോ രണ്ടുകൂടെ മെർജ് ചെയ്തിട്ട് പ്രൊവിഷൻ എന്ത് ചെയ്യുന്നു വിത്ത് നമ്മുടെ സിനാരിയോ കേസ് സ്റ്റഡി കൂട്ടി വായിക്കുക. നമ്മൾ പ്രൊവിഷൻ പറയുന്നത് ഇങ്ങനെയാണ്, സിനാരിയോയിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ. അപ്പൊ എവറി കേസ് സ്റ്റഡി ആൻസർ എങ്ങനെയായിട്ട് എഴുതണം? 3 പാർട്ടായിട്ട് എഴുതണം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പ്രൊവിഷൻ എഴുതുന്നു, സെക്ഷൻ എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് എഴുതുക. രണ്ടാമത്തത് എന്താ പറയാ, അതിനെ പറ്റി മാറ്റർ, അതായത് പ്രൊവിഷൻ പ്ലസ് നമ്മുടെ സിനാരിയോ, ലാസ്റ്റ് വൺ കൺക്ലൂഷൻ. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താണ്. ഓക്കെ, സിനാരിയോ ക്വസ്റ്റ്യൻസ് എങ്ങനെ. പിന്നെടാ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അടുത്തൊരു കമന്റ് ഒക്കെ കണ്ടു, സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ലോ പാസ്സാവും? എടാ സിമ്പിൾ ആയിട്ട് പാസ്സാവില്ല, പഠിക്കാതാണെങ്കിൽ പാസ്സാവില്ല. ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമുക്കറിയാം സെക്ഷൻ 10 പറയുന്ന കുറെ എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ട്, അതറിൽ പറയുന്ന കുറെ എസെൻഷ്യൽ ഉണ്ട്. നമ്മൾ അത് എഴുതിയിട്ട് കാര്യമുണ്ട്, അതായത് നമുക്കറിയുന്ന കുറച്ച് എസെൻഷ്യൽ എഴുതിയിട്ട് കാര്യമില്ല. ടെസ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതേ എസെൻഷ്യൽ അതേ വേർഡ്സ് തന്നെ എഴുതാം. നമ്മുടെ ടെസ്റ്റിൽ ഒരുപാട് ബോൾഡ് ആയിട്ട് കുറെ പോർഷൻസ് ഉണ്ട്, ആ ബോൾഡ് ആയിട്ടുള്ളൊക്കെ അതുപോലെ തന്നെ എഴുതാം. ആ പോയിന്റ്സ് ഒക്കെ അതുപോലെ തന്നെ. 2 പാർട്ടീസ് തന്നെ എഴുതും, വേറെ എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ, യെസ്. അപ്പൊ അത് നോട്ട് ചെയ്യണം. നമുക്ക് അതിന്റെ എഴുതുന്ന ഡിസ്ക്രിപ്ഷൻ, സപ്പോസ് 2 പാർട്ടീസ് നമ്മൾ എഴുതി ഒരു എസെൻഷ്യൽ എലമെന്റ്സ്, സോ അതിന്റെ താഴെ എഴുതുന്ന ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ലാംഗ്വേജിൽ എഴുതാം. ആ വരുന്ന സെന്റൻസ്, ആ പോയിന്റ്സ് ഒക്കെ അതുപോലെ തന്നെ ഡിറ്റോ എഴുതാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക്, ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഗോട്ട് ഇറ്റ്? യെസ്. പിന്നെ മാക്സിമം ഞാൻ എപ്പോഴും പറയാനുള്ളത് 100 മാർക്സിന് എപ്പോഴും അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പോഴാണ് നമ്മൾ പാസ് ആവേണ്ട പെർസെൻറ്റേജ്. നമുക്ക് അതിന് ഇനഫ് ടൈം ഉണ്ട്. ഓക്കെ, യെസ്.
ടൈമിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, ലോ ആയതുകൊണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ഇവിടെ ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിൽ എന്ത് ഒരുപാട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ABC വരുന്നുണ്ട്. എല്ലാ ഇതിലും എന്തുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസിലും 1, 2, 3 എല്ലാത്തിലും ABC വരുന്നുണ്ട്. അതിൽ Aയിലും വീണ്ടും സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, Bയിലും വീണ്ടും സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമ്മുടെ ടൈം മാനേജ്മെന്റ് പറയുന്നത് ലോയിൽ വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ വലിച്ചു വാരി എഴുതുന്നവര് എടാ നിങ്ങൾ എയർ ഒന്നും കയറ്റാൻ നിൽക്കണ്ട. അതായത് നിങ്ങൾ കുറേ വലിച്ചു വാരി എഴുതുക, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് വളരെ പ്രിസൈസ് ആയിട്ട് അവതരിപ്പിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ വെറുതെ വലിച്ചു വരെ സിയിൽ ഒരു മാർക്കും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സോ നമ്മൾ കറക്റ്റ് ടൈം മാനേജിങ് ഉണ്ടാവും. ഒരു ആവറേജ് ഇതിലെങ്കിലും നിങ്ങൾ ടൈം മാനേജ് ഇല്ലെങ്കിൽ 100 മാർക്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കണം 180 മിനിറ്റ് ഉള്ളത്, അതായത് 3 hours. അതായത് നമുക്ക് സ്കോർ ചെയ്യേണ്ടത് 100 മാർക്കും. അതായത് ഞാൻ അക്കൗണ്ട്സിന്റെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ 1 മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് 1.8 മിനിറ്റ്സ് ഉള്ളത്. സപ്പോസ് നമ്മളൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, അത് 18 മിനിറ്റിൽ കഴിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 മാർക്കാണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ 36 മിനിറ്റ് കറക്റ്റ് പറയുകയാണെങ്കിൽ 36 മിനിറ്റിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്താലേ 100 മാർക്കിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് തീർക്കണം. എന്നാലും ലാസ്റ്റ് എന്നിട്ട് റൗണ്ട് ഓഫ് ഒരു 35 മിനിറ്റ് അങ്ങനെ ഒരു ഐഡിയ ചെയ്ത് മതി. ഫസ്റ്റ് ഇത് ഇടുന്നു, കോൾ ഓഫ് ടൈം ഒക്കെ കഴിയുന്നു, 35 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ, അടുത്ത 35 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ തീർക്കണം. എന്നിട്ട് 100 മാർക്സിന് തന്നെ എഴുതും. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ എന്തായാലും പാസ്സാവും. ഓക്കെ, പഠിക്കാതെ പാസ്സാകാനുള്ള ഒരു ഓപ്ഷൻസ് ഒന്നുമില്ല. സോ നിങ്ങൾ എന്താ പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വെയിറ്റേജിലോട്ട് കിടക്കാം. എങ്ങനെയാണ് ലോ വെയിറ്റേജ് വരുന്നത്? സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. 0 to മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 0 ആണ്. മാക്സിമം ഏത് വരെ ആവാം, 5 വരെ ആവാം. ഓക്കെ, യെസ്. പിന്നെ ഇന്ത്യൻ കോൺട്രാക്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. 20 to 30 അവിടെ തന്നെ കിട്ടിയടാ. 25 ഷുവറാണ് ഇന്ത്യൻ കോൺട്രാക്ട് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, 25 എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ആകെ 50 മാർക്സ് വഴി പാസ്സാകാം. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് നല്ല തറവില് പഠിക്കണം. കാരണം ആദ്യം ഈ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലായിരുന്നു. സോ ഇതിനൊക്കെ ഇപ്പോൾ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടും പാർട്ണർഷിപ്പ് ഒക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് തറവായിരിക്കും. യെസ്. പിന്നെ നമ്മൾ അപ്പോൾ 20 to 30 ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതാണ്. ദെൻ ദ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 15 to 20, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 15 to 20. ഓക്കെ, സെയിം വെയിറ്റേജ്. പിന്നെ LLP 5 to 10 ആണ് വെയിറ്റേജ് വരുന്നത്. അതായത് മിനിമം 5 മാർക്കിന് മാക്സിമം ചോദിക്കുക 10. ദ കമ്പനീസ് ആക്ട് അവിടെ ചെറിയ ചാപ്റ്റർ ആണ്. വെൻ വി ആർ കമ്പയർ ടു പാർട്ണർഷിപ്പ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്. അപ്പോൾ 15 to 20 ഉണ്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് ഒന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കമ്പനീസ് ആക്ട് എന്തായാലും നിങ്ങൾ നോക്കണം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടും നോക്കണം. ഇത് രണ്ടും നല്ല പെർഫെക്റ്റ് ആയി നോക്കിയാൽ തന്നെ പാസ്സാവും. ഓക്കെ, യെസ്. പിന്നെ ഒരു സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടും അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റോ ആക്ടും ഇത്ര പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് ഇത് ഫുള്ള് പഠിക്കാനുള്ള ടൈം ഇല്ലാന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കംപ്ലീറ്റ് പഠിക്കും. ഓക്കെ, യെസ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കമ്പനീസ് ആക്ട് ഫുള്ള് പഠിക്കുന്നു. പിന്നെ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ഇത് കംപ്ലീറ്റ് പഠിക്കുന്നു. സപ്പോസ് പറ്റിയാച്ച നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഇത്ര പഠിച്ചാൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. ഓക്കെ, അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ പഠിക്കുന്നത് നല്ല വൃത്തിക്ക് പഠിക്കണം, മനസ്സിലായോ? അല്ലാതെ ഒരു ആവറേജ് പഠിച്ചാലും പഠിക്കുന്നത് നല്ല വൃത്തി പഠിക്കുക. പോയിന്റ്സ് ഒക്കെ വളരെ കൃത്യമായിരിക്കും. ഡെഫിനിഷൻസ് ഒന്നും നിങ്ങൾ അതിൽ എന്ത് ചെയ്യരുത്, നിങ്ങളത് കോയിൻ ചെയ്യരുത്. എങ്ങനെയാണ് ടെസ്റ്റിലെ ഡെഫിനിഷൻസ് അതുപോലെ ഉണ്ട്. ഓക്കെ, ഡിഫൈൻ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സെന്റൻസിൽ എഴുതി എന്തായാലും അതിന് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വെയിറ്റേജിന്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ചിലപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ഇവിടെ മാക്സിമം നമ്മൾ ടെസ്റ്റിലുള്ള അതേ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മൾ ആ കള്ളി വരച്ച് എങ്ങനെയാണോ അല്ലേ, ഒരു നമ്മൾ ബേസ് എഴുതി എന്തിന്റെ ബേസിലാണ് നമ്മൾ ആ ഡിഫറൻസിയേഷൻ എഴുതുന്നത്, ബേസ് പിന്നെ ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്, അങ്ങനെ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ലോഡ് പറയാനുള്ളത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, മാക്സിമം വിളിക്കുന്നത് കുറക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പേപ്പർ ലോനെ കുറിച്ചിട്ട്. പഠിക്കാതെ നമ്മൾ പാസ്സാവില്ലടാ, പഠിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ഒരൊറ്റ അറ്റംപ്റ്റ്, ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കാം. സോ ഓൾ ദ ബെസ്റ്റ്. സോ എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.